അപ്പോൾ സംസാരത്തിൻ്റെ ഇടക്ക് മറവി മനുഷ്യനിൽ വരും എന്നാണ് പറയണത്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മറവി വരും. പറയാൻ വന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്താ സംഭവം, അത് കാരണം എന്താണെന്നാണ് ബഹുമാനപ്പെട്ട താഴ്വ ഉസ്താദ് പറയുന്നത്. സംസാരത്തിനിടക്കുണ്ട് മറവി മനുഷ്യനിൽ, പിന്നീട് ഓർമ്മ വരുന്നുമുണ്ട് ചിന്തയിൽ. ഇത് എന്ത് കൊണ്ടാണെന്ന് സയ്യിദുന ഉമർ ചോദിച്ചു സയ്യിദുന അലിയോടന്നവർ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അലി തങ്ങളോട് ചോദിച്ചു. അപ്പോൾ മഹാനായ അലി തങ്ങൾ പറയണ, ഞാൻ നബി പറയണത് കേട്ടിട്ടുണ്ട്. ഹൃദയത്തിനെല്ലാം ഉണ്ട് മേഘം ഒന്ന്, ചന്ദ്രനു മേഘം വന്നു പെട്ടാൽ മങ്ങുമേ, അത് നീങ്ങിയെന്നാൽ പിന്നുടൻ അതിലെങ്കുമേ. ഇപ്പം നമ്മൾ ആകാശത്തേക്ക് ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിനെ മേഘം വന്ന് മറക്കും. ആ മേഘം അവിടെ നിന്നാണ് നീങ്ങിപ്പോയാൽ വീണ്ടും ചന്ദ്രൻ പഴയ പോലെ തിളങ്ങും. അതേപോലെ നമ്മളെ മനസ്സിനുണ്ട് ഒരു മേഘം, ദോഷം പലതും നമ്മൾ ചിന്തിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മറടും, ആ വിചാരിച്ചതിന് മറടും എന്ത് ദോഷങ്ങൾ. അപ്പോൾ അത് നീങ്ങിയെന്നാൽ പിന്നുടൻ അതിലെങ്കുമേ, അതുപോലെ കൽബിനെ മൂടിയെന്നാൽ മേഘവും ക്ഷണം തന്നെ പിടിപെടും അതിന് നിസിയാൻ രോഗവും. അതുപോലെ മനസ്സിനുകൊണ്ടൊരു മേഘം, ആ മേഘം മൂടിയാലും നമ്മൾ മറക്കും. പെട്ടെന്ന് നമ്മൾ മനസ്സിൽ പറയാൻ വേണ്ടി എന്താ ഇപ്പോൾ പറയാൻ കൊടുത്തു, ഇപ്പോൾ പറയാൻ ഓർമ്മ ഉണ്ടാന്നു, ഞാൻ മറന്നുപോയി, എന്നാൽ ഇനി ഓർമ്മ കിട്ടുമ്പോൾ പറയാമെന്ന് പറയും. അത് നീങ്ങിയെന്നാൽ മറവിയും നീങ്ങുന്നതാ, ക്ഷണം തന്നെ കാര്യം കൽവിലോർമ്മ വരുന്നതാ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കഥ എന്നാണ് പറയണത്. പിന്നെ എന്താ പറയണത് ഇവിടെ, പിന്നെ കുറേ പറയുന്നുണ്ട്, അത് പിന്നെ അടുത്ത എപ്പിസോഡിൽ പറയാം.